ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റവ കേസരിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ റവ കേസരി തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ്. അത് നമുക്കൊരു കടായിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ നിറയെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ചേർക്കുകയാണ്. ചെറുതായിട്ട് ഒന്ന് നമുക്ക് വറുത്ത് കൊടുക്കാം. ചെറിയ രീതിയിൽ ഇതൊന്നിൻ്റെ കളർ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറുന്നത് വരെ ലൈറ്റായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഒരുപാട് സമയത്ത് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കളറൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതിയാവും. ചെറിയ രീതിയിൽ കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ കുറച്ച് മുന്തിരി കൂടിയാണ്. ഫസ്റ്റിലേ നമ്മൾ മുന്തിരി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്തിരി പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിലാണ് ഈ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് വറുത്ത് കിട്ടിയതിന് ശേഷം നമ്മൾ ഈ മുന്തിരി ചേർക്കുന്നത്. അപ്പോഴത്തേക്കും ഇത് രണ്ടും കൂടി റെഡി ആകുമ്പോഴത്തേക്കും നമ്മുടെ അണ്ടിപ്പരിപ്പെല്ലാം കറക്റ്റായിട്ട് കളർ മാറിയിട്ടുണ്ടാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ റവ കേസരി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്തിരിയെല്ലാം നന്നായിട്ട് ഇങ്ങനെ ബോൾ പോലെ പെരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. നമ്മളിനി ഒരുപാട് സമയത്തിട്ട് ഇതിൻ്റെ കളറൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെല്ലാം എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ബാക്കി വന്ന ഈ ചൂട് നെയ്യിലേക്ക് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് അളവിൽ വറുത്ത റവയാണ്. അപ്പോൾ ഈ വറുത്തതാണെന്നുണ്ടെങ്കിലും വറുക്കാത്തതാണെന്നുണ്ടെങ്കിലും നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് വറുത്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് നമ്മൾ ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ വറുത്ത റവയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മളിങ്ങനെ വറുത്തെടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇത് പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കട്ടയാകാതെ ഇരിക്കാനാണ് ഈ ഒരു രീതിയിൽ നമ്മളിത് വറുത്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് വറുക്കാൻ വേണ്ടി നിൽക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളറൊക്കെ മാറിയിട്ട് ആ കറക്റ്റ് കളറൊക്കെ അങ്ങ് പൊയ്ക്കളയും. അതിൻ്റെ പേരിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റവയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 1/2 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം. അപ്പോൾ ഈ 1 കപ്പ് റവയ്ക്ക് ഞാനിപ്പോൾ 2.5 കപ്പ് അളവിലാണ് വെള്ളം എടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മളിതുപോലെ കട്ട കിട്ടാതെ ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ലൈറ്റായിട്ട് ഇത് കട്ടയാകും. പക്ഷെ നമ്മളിത് വറുത്തെടുക്കുന്നതിൻ്റെ പേരിൽ വലിയ രീതിയിൽ കട്ട പിടിക്കില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇതിലിപ്പോൾ ചെറിയ പൊടി പോലെ കാണുന്നത് നമ്മളിപ്പോൾ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുത്തതിൻ്റെ ആ ഒരു പൊടിയാണ്. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വെച്ചിരിക്കണം. മീഡിയം ഫ്ലെയിം ഒന്നും വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇത് കട്ടിയായി പോകും. ഈ വെള്ളമെല്ലാം പെട്ടെന്ന് വലിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇറുകിപ്പോവും. അതിൻ്റെ പേരിലാണ് നല്ലതുപോലെ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേറൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. ഒരു 1/2 കപ്പ് അളവിൽ പൈനാപ്പിൾ പേസ്റ്റാണ്. അപ്പോൾ ഈ പൈനാപ്പിൾ പേസ്റ്റിന് പകരം നമുക്ക് മാംഗോ ജ്യൂസ് എടുത്താലും മതിയാവും. വേറെ വെള്ളമൊന്നും ചേർക്കാതെ നല്ല കട്ടിക്ക് പേസ്റ്റാക്കി എടുത്തതാണ്. അപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈനാപ്പിൾ ജ്യൂസ് ചേർക്കുന്നത്. അപ്പോൾ ഈ പൈനാപ്പിൾ പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും നമുക്കിത് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ സാധാരണ റവ കേസരി തയ്യാറാക്കുമ്പോഴത്തേക്കും ഇതുപോലെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കാറില്ല. പക്ഷേ നമ്മൾ ഇതുപോലെ മാമ്പഴത്തിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ പൈനാപ്പിളിൻ്റെയൊക്കെ പേസ്റ്റ് കുറച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഉറപ്പായിട്ടും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മുടെ പൈനാപ്പിളെല്ലാം നന്നായിട്ട് ഈ റവയിലൊന്ന് മിക്സാക്കി എടുക്കണം. അതുവരെ മാത്രം നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാവും. നമ്മുടെ റവയെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ നല്ല കട്ടിയായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്തെല്ലാം ഫ്ലെയിം ലോയിലാണ് ഇരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിലല്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ മാത്രമേ പഞ്ചസാര എടുക്കുന്നുള്ളൂ, 200 ഗ്രാം അളവിൽ. അപ്പോൾ മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി ഷുഗർ ചേർക്കാവുന്നേ ഉള്ളൂ.
പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇത് വീണ്ടും നന്നായിട്ട് അലിഞ്ഞിട്ട് വരും. നമ്മളിതിൽ ലാസ്റ്റ് സ്റ്റേജാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. നമ്മുടെ ഈ റവയുടെയൊക്കെ ആ ഒരു ചൂട് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് ഉരുകി കിട്ടും. നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് ഫുഡ് കളർ ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കളർ എന്തെങ്കിലും ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് പൈനാപ്പിൾ ജ്യൂസോ അല്ലാന്നുണ്ടെങ്കിൽ മാമ്പഴത്തിൻ്റെ പേസ്റ്റോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവില്ല, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തേക്കണം. അപ്പോഴത്തേക്കും നല്ലൊരു ഏലക്കയുടെ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമുക്കിതിലിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാരണം നമുക്കിതിൽ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ തന്നെ ധാരാളമാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഏലക്ക ഒന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ കേസരിയൊക്കെ ഏകദേശം റെഡിയായിട്ട് വരണുണ്ട്. അപ്പോൾ ഇത്രയും ലൂസായിട്ട് ഇരുന്നാൽ മതിയാവും, ഒരുപാട് കട്ടിക്ക് നമ്മൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും റവ കേസരി കുറച്ച് ലൂസായിട്ട് ഇരിക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിടുന്ന നമ്മുടെ നട്ട്സൊക്കെ ഇതിൻ്റെ പുറത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള റവ കേസരി ആയിരിക്കും എന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി വേണ്ട നമുക്ക് ഈ പൈനാപ്പിൾ റവ കേസരി തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേസരിയാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒന്നും ഇതുവരെയും ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറക്കാതെ പ്ലീസ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കണേ. കൂടെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതിനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. അപ്പോൾ വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും അതുവരേക്കും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.